കടന്നു. ഒരു 16ഓളം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. 16 വയസ്സ് മുതൽ 30 വയസ്സ് വരെ. അങ്ങനെ ഞാൻ അഡ്വർടൈസ്മെൻറ്റിലേക്ക് ചെന്നു. അങ്ങനെ ഒരു വർഷത്തോളം പോയി. അപ്പോഴേക്കും എൻ്റെ അലർജി ഭയങ്കരമായിട്ട് രൂക്ഷമായി. എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്. എനിക്ക് പൊടിയും പെയിൻ്റൊക്കെ പെയിൻ്റ് അലർജി എന്ന് അപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ഓട്ടോറിക്ഷ എടുക്കാം. കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ലല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ എടുക്കാമെന്ന് എഴുതിയിട്ട് ഓട്ടോറിക്ഷ എടുത്തു. ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന സമയത്ത് നമുക്ക് അത്ര നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇൻകം കൊടുക്കാവുന്ന രീതിയിലേക്കൊന്നും വലുതാക്കാൻ നമുക്ക് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കർഷകരാണല്ലോ, കോവയ്ക്ക ഉണ്ടല്ലോ, കോവയ്ക്ക കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊന്നും നമുക്ക് നല്ലൊരു ഇൻകം കിട്ടി. കാരണം നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കോവയ്ക്ക മാത്രം ഒരു ബിസിനസ് ലെവലിൽ തന്നെ ചെയ്തു. അത്യാവശ്യം നമുക്കൊരു ഓട്ടോറിക്ഷയിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാൻ മാത്രം. അങ്ങനെ അവിടെ നിന്ന് ഒരു 12 ലിറ്റർ നമ്മൾ ടൗണിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യും. അങ്ങനെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ കോവയ്ക്കയുടെ കൃഷിയൊക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കഴിയുമ്പോൾ അതിൻ്റെ കായഫലങ്ങളൊക്കെ കഴിയും. അത് കഴിഞ്ഞ സമയത്ത് വീണ്ടും നമ്മൾ പഴയ പോലത്തായപ്പോൾ വീണ്ടും നമ്മളെ സ്വപ്നത്തിലേക്ക് പോയി. നമ്മൾ വീണ്ടും ബോംബെയിലേക്ക് കയറി. അപ്പോഴേക്ക് 20 വയസ്സായി. അങ്ങനെ പോയി പൂനെയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. സിപ്ല എന്ന് പറഞ്ഞ കമ്പനിയിലാണ് ഫസ്റ്റ് ജോബ് കിട്ടുന്നത്. അവിടെ ഈ ഫാബ്രിക്കേഷൻ്റെ ഒരു ഹെൽപ്പറായിട്ട്, പൈപ്പ് ലൈൻ ഫാബ്രിക്കേഷൻ്റെ ഹെൽപ്പറായിട്ടാണ് കയറിയത്. എല്ലാം പെട്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്തും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അങ്ങനെ 6 മാസം കൊണ്ട് ഞാൻ ഫാബ്രിക്കേറ്ററായി എന്നോട് നിയമിച്ചു. അത്യാവശ്യം ശമ്പളവും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ അവിടുന്ന് അതിനേക്കാൾ നല്ലൊരു ജോബ് നമ്മൾ ബാംഗ്ലൂർ ശരിയായി. ഇതിനോട് ബന്ധപ്പെട്ട ഒരു അച്ചാറിൻ്റെ കമ്പനിയായിരുന്നു, അതിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു. അവിടെ ചെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴേക്കും നമുക്ക് ഗൾഫിലേക്ക് പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു. സമ്പാദിക്കണ്ടേ? അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് വീണ്ടും വന്ന് കൊച്ചിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് കുറേ ഇതിലൊക്കെ അന്വേഷിച്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഒരു 2 മാസം നിന്നപ്പോഴേക്കും നമുക്ക് ജോബൊക്കെ റെഡിയായി. മേക്കർ എന്ന് പറയുന്ന കമ്പനിക്ക് ദുബായിലേക്ക് കയറി. അപ്പോഴെൻ്റെ ഈ അലർജി സംഭവങ്ങളൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ ഗൾഫിലേക്ക് പോയി. ഞാനൊരു ഫാബ്രിക്കേറ്ററാണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് വർക്കാണത്. സാധാ നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ ഒക്കെയാണ് മെഡിസിനിലൊക്കെ വരുന്നത്. അപ്പോൾ പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്ലംബറായിട്ട് മാറി ആ കമ്പനിയിൽ. നമ്മൾ ഉദ്ദേശിച്ച ജോബല്ല അവിടെ കിട്ടിയത്. എന്നാലും നമ്മൾ ചെന്നതാണ്. നമ്മൾ അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ചെന്നത്. പിന്നെ വീട്ടിലേക്ക് നമുക്ക് അത്ര സാമ്പത്തിക ബാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ പോയി പ്ലംബിങ് കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു അക്കോമഡേഷൻ ടൈപ്പ് ബിൽഡിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര പൊടിയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എൻ്റെ ശരീരവുമായിട്ട് യോജിക്കുന്നില്ല ഒരു കണക്കിനും. അതിൽ ഒരു വർഷമൊക്കെ ഞാൻ മാക്സിമം പിടിച്ചിരുന്നു. കാരണം വന്നതല്ല, നമുക്ക് തിരിച്ചു പോകാൻ എന്തായാലും പറ്റില്ലല്ലോ. അതിൽ ഒരു വർഷം നിന്നപ്പോഴേക്കും നമ്മൾ ടയേർഡായി. ശാരീരികമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള തോന്നലൊക്കെ വന്നു. അതിൽ വീട്ടിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ മുന്നേ പറയുന്നത്. കാരണം ഒരുപാട് ജോബ് ഞാൻ ചെയ്താണല്ലോ ഇതിന് മുമ്പേ ചെയ്തത്. അപ്പോൾ പൊതുവേ ഒരു സംസാരമാണ്. ഈവൻ എൻ്റെ അച്ഛൻ്റെ പേര് ബാലകൃഷ്ണനാണ്. ഈ ബാലൻ്റെ മകൻ ഇങ്ങനെ ഓരോ പണികൾക്ക് ഒരു പണിയിൽ അവൻ നിലനിൽക്കില്ല, കുരുത്തം പിടിക്കില്ല. അദ്ദേഹത്തിന് ബാലൻ്റെ ഒക്കെ ഒരു കഷ്ടകാലം. എന്തങ്ങനത്തെ മക്കളെ എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ പറയുമ്പോൾ നമ്മളിത് മാക്സിമം ശ്രമിക്കേണ്ടത്. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടത്. ഞാനത് അലസായിട്ടിരിക്കുന്ന പരിപാടി എനിക്കില്ല. ഏത് ജോബ് പരാജയപ്പെട്ടാലും അടുത്തേക്ക് നെക്സ്റ്റ് സമയത്ത് തന്നെ ഞാൻ അടുത്തേക്ക് എൻ്റർ ചെയ്യും. എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി. ഇതൊക്കെ ഇപ്പോൾ ഈ പച്ചക്കറി ചെയ്യുന്ന സമയത്ത് ഒരു 5 മണിക്ക് എണീച്ചിട്ട് വൈകുന്നേരം രാത്രി ഓട്ടോറിക്ഷ ഓടിയിട്ട് 12 മണിക്ക് വീട്ടിലേക്ക് വരാം. എന്നാലും 5 മണിക്ക് എണീച്ചിട്ട് നനയ്ക്കാനും പിടിക്കാനൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും. അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുപോലെ നമ്മൾ ഈ 6 മാസം കൊണ്ട് അവിടെ ഇല്ലല്ല ബാധിക്കാറില്ല. ഞാനത് ഇപ്പോഴും അപ്പോഴും തോൽവിയിൽ ഞാൻ അങ്ങനെ നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്ന സ്വഭാവം എനിക്കില്ല. അലർജി ബുദ്ധിമുട്ട് വന്ന മറ്റേ ഗൾഫിലെത്തിയിട്ട് ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് അലർജി. നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയൊക്കെ വന്നപ്പോൾ ഞാനൊരു ദിവസം റൂമിൽ റെസ്റ്റ് എടുത്തു. ആ കമ്പനി പറഞ്ഞാൽ ഒരു ദിവസം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 3 ദിവസം കട്ടിങ്ങാണ്, സാലറി കട്ട് ചെയ്യും. പിന്നെ നമ്മൾ മെഡിക്കൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതൊക്കെ എപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കന്ന് തീരെ വയ്യാത്തതുകൊണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോയില്ല. റൂമിൽ അടച്ചുകൂട്ടി കിടന്നു. പിന്നെ 2-3 ദിവസം കിടന്നു. എന്തായാലും ടെർമിനേഷൻ ഉറപ്പായി. അതിൽ സുഹൃത്തുക്കൾ പറയുന്നതാണ്, ഒരുപാട് പേരുണ്ട്. ഒരു ചെറിയ റൂമാണ്, 10 പേരായിട്ട് ഞങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർ ദിവസം രാവിലെ പറയും പോര് അല്ലെങ്കിൽ കമ്പനി പിന്നെ കയറാൻ പറ്റില്ലെന്ന് പറയും. പക്ഷേ എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. അതിൽ 3 ദിവസം ശരീരം കൊണ്ടും വഹിക്കുന്നില്ല. കാരണം ശരീരം കൊണ്ട് വഹിക്കണം, നമുക്ക് എണീക്കാൻ വഹിക്കണ്ടേ. ഈ അലർജി കൂടിയിട്ട് തുമ്മലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രൂക്ഷാവസ്ഥ. അതിൽ ഞാൻ 4-ാമത്തെ ദിവസം എനിക്ക് നാട്ടിലേക്ക് പോരാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് വരാം. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരുടെ ആളുകൾ ഇങ്ങനെ പറയല്ലേ, വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും പ്രശ്നമാണ്. പിന്നെ നമ്മളിങ്ങനെ പറയുന്ന ആളുകളുടെ ഇടയ്ക്കല്ല വരുന്നത്. അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു ആ സമയത്ത്. അങ്ങനെ ഫസ്റ്റത്തെ എനിക്കൊരു ചോദിക്കാനുള്ള ചോദ്യം, തോൽവികളൊന്നും താങ്കളെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനൊക്കെ ആ ഒരു വഴിക്ക് വിട്ടുകളെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം? അതെ, നമുക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമുക്ക് അങ്ങനെ തോന്നും. കാരണം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. തോൽവി മറ്റുള്ളവർ അറിയുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ തോൽക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ്.
തോൽക്കരുത്. പക്ഷേ എനിക്ക് എൻ്റെ ശരീരം കൊണ്ട് സാധിക്കുന്നില്ല. ഒരു കണക്കിലും നമുക്കത് എന്തെങ്കിലും പണിയെടുക്കാനുള്ള ശേഷി നമുക്ക് വേണം. പിന്നെ നാട്ടിലേക്ക് പോകണമെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ ശരിയാവണം. എനിക്ക് സംസാരിച്ചപ്പോൾ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, സാറിന്റെ വിഷമങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമില്ലാന്ന് തോന്നുന്നു അല്ലേ? എല്ലാം ഉള്ളിൽ ഒതുക്കി അതിൽ നിന്നും മുന്നോട്ട് എന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് പരിഹാരം കാണാൻ സാധിക്കണം. ഇതിൽ പരിഹാരം കാണാത്തടത്തോളം കാലം അവരെയും കൂടെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് എന്ന് ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കാറ്. അങ്ങനെ ആ ഒരു പോയിന്റ് ആയിരിക്കാം ഇപ്പം ഇങ്ങനെ ഒരു സീറ്റിൽ വന്നിരുന്നിട്ട് ഈ ഒരു വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു കഥ മൊത്തം വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ അറിയിക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടാനുള്ള കാരണം ആ ഒരു പോയിന്റ് ആയിരിക്കാം. അതെ ആയിരിക്കാം. നമ്മൾ അന്നൊക്കെ സീറോൻ്റെ താഴത്ത് നിൽക്കുന്ന ആളാണ്, മൈനസിൽ നിൽക്കുന്ന ആളല്ല. ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അവിടെ നമ്മൾ റൂമിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകളൊക്കെ ലീവ് ഉണ്ടായിരിക്കും, ക്യാമ്പല്ലേ, കുറേ ആളുകൾ ലീവ് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയെന്ന് പുതിയ മെത്തേഡൊക്കെ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ സംഭവമൊക്കെ റെഡിയാക്കിയ സമയത്ത് എന്തായാലും പിടിക്കപ്പെട്ടു. ആ ഒരു തോന്നലും ആ ഒരു ചിന്തയിലാണെങ്കിൽ ഇപ്പോഴും സാറിൽ പ്രവാസിയായിട്ട് തന്നെ മുന്നോട്ട് പോയി തീർച്ചയായിട്ടും ആരും അറിയപ്പെടില്ല, അറിയപ്പെടില്ല, ആർക്കും ജോലി കൊടുക്കാൻ പറ്റില്ല, നിയോഗമായിരിക്കും. അതിലങ്ങനെ അത് പിടിക്കപ്പെട്ടു. ലാസ്റ്റ് കമ്പനി ടെർമിനേറ്റ് ചെയ്ത് 4 ദിവസത്തെ ലീവും പ്രശ്നങ്ങളും ഇതൊക്കെ പാടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർ ടെർമിനേറ്റ് ചെയ്തു. അങ്ങനെ നാട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ വീട്ടുകാർക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാൻ എൻ്റെ സാഹചര്യം കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഞാൻ ആകെ ഡെസ്പായിരുന്നു. എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തായാലും ശാരീരികമായിട്ടും ആകെ അസ്വസ്ഥത. അവന് എവിടെ ചെന്നാലും കുരുത്തം പിടിക്കുന്നില്ല. പിന്നെ ഇങ്ങനത്തെ കുത്തുവാക്കുകളും കേൾക്കുമ്പോൾ നമുക്ക് ആകെ അസ്വസ്ഥതയായിരുന്നു. ആകെ ഡെസ്പായി പോയി. അതിൽ ലീവിൽ വന്നല്ലേ, പെട്ടെന്ന് നമ്മൾ ലീവിൽ വന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മയും പറഞ്ഞു എന്തായാലും കല്യാണം കഴിക്കുക, ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് എന്തായാലും സമയമായി, 28 വയസ്സ് ആവാനായിരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ അങ്ങാടിപ്പുറത്തുനിന്ന് സരിക എന്ന് പറയുന്ന ആളെ ഗൾഫിൽ നിന്ന് വന്ന പുതുമോടിയിൽ അവൾ കല്യാണം കഴിച്ചു. പിന്നെ 6 മാസം കഴിഞ്ഞ് നേരെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് പാസ്പോർട്ട് അന്ന് ഇവിടുത്തെ അവിടെ ഗൾഫിലുള്ള ആൾക്കാണ് അയച്ചു കൊടുത്തത്. നമ്മൾ അന്ന് അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. നമ്മൾ സുഹൃത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയച്ചു കൊടുത്ത സമയത്ത് അവർ ഇതിൽ നോ എൻട്രി അടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ല, പാസ്പോർട്ടിൽ നോ എൻട്രി, 1 വർഷം കഴിയാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ പെട്ടെന്ന് 1.5 വർഷത്തിൽ കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു സ്പെഷ്യൽ കേസായിട്ട് പോകുന്നതല്ലേ, അതുകൊണ്ട് ഇനി പോകാൻ പറ്റില്ല എന്നുള്ള 1 വർഷം കഴിഞ്ഞിട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കാരണം ഞാൻ കല്യാണവും മറ്റുള്ള സംഭവങ്ങളും നമ്മളതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ ഈ പ്രതീക്ഷയുമായിട്ടാണ്. ഗൾഫിൽ പോകുമ്പോൾ അതൊക്കെ വീട്ടാം അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ അച്ഛനെയും മറ്റുള്ളവരെയൊന്നും വല്ല കഷ്ടപ്പെടുത്താതെ നമ്മൾ കല്യാണവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചിലവൊക്കെ എടുത്ത് ഇതെല്ലാം കൂടെ തലേ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോകുന്ന കാര്യം അടയും ചെയ്തു. അപ്പോൾ പിന്നെ നേരെ നമ്മൾ അന്ന് ഈ ഫോണിൻ്റെ സൗകര്യങ്ങളൊന്നും അന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നെറ്റൊന്നുമില്ല ഗൾഫിൽ. അന്ന് ഈ കോൺഫറൻസ് ഫോണൊക്കെ നല്ല ഫേമസ് ആയി നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് വിളിക്കും. നമ്മൾ ഒരാൾ ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്യാഷും, കണക്ട് ചെയ്ത് വിളിക്കും. അങ്ങനെ കണക്ട് ചെയ്ത് വിളിക്കുന്ന സംഭവം തുടങ്ങി. അങ്ങനെ തുടങ്ങി അത് നല്ല നിലയ്ക്ക് ക്ലിക്കായി. ഒരു 6 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ നെറ്റൊക്കെ സജീവമായി അതിന് തിരശ്ശീല വീണു. അതും പിന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ സിറ്റുവേഷൻസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്.